ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകത്തിലെ ഒരു വാക്യം അതിപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: ഞാൻ നിന്നെ താഴ്ത്തി എങ്കിലും ഇനി നിന്നെ താഴ്ത്തുകയില്ല. ഞാൻ നിന്നെ താഴ്ത്തി എങ്കിലും ഇനി നിന്നെ താഴ്ത്തുകയില്ല. നഹൂം പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗമാണ് ഞാൻ വായിച്ചത്. അതിൻ്റെ അടുത്ത വാക്യം കൂടെ നമുക്ക് വായിക്കാം. ഞാൻ നിന്നെ താഴ്ത്തിയെങ്കിലും ഇനി നിന്നെ താഴ്ത്തുകയില്ല. ഇപ്പോഴോ ഞാൻ അവൻ്റെ നുകം നിന്റെ മേൽ നിന്ന് ഒടിച്ചു കളയുകയും നിന്റെ ബന്ധനങ്ങൾ അറുത്തു കളയുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് അക്കാലത്ത് ജീവിച്ചിരുന്നതായ ദൈവമക്കൾക്കായിട്ട് ജീവനുള്ള ദൈവം കൊടുത്തതായ ഒരു വാഗ്ദത്ത വചനമാണ് നാം വായിച്ചത്. ഞാൻ നിന്നെ താഴ്ത്തി, ഞാൻ അറിഞ്ഞു. നീ താണു പോകുന്നത് ഞാൻ അറിഞ്ഞു. നീ കുഴഞ്ഞു പോകുന്നത് ഞാൻ അറിഞ്ഞു. നിനക്ക് ഉയർച്ചയുണ്ടാകുന്നില്ല എന്ന് ഞാൻ അറിഞ്ഞു. നിനക്ക് തെറ്റുപറ്റുന്നത് ഞാൻ അറിഞ്ഞു. താഴ്ച വന്നു, ഞാൻ നിന്നെ ഉയർത്താൻ ഇതുവരെയും നോക്കിയില്ല. പക്ഷേ ഇനി നിന്നെ ഞാൻ താഴ്ത്തുകയില്ല. ഇനി നിന്നെ ഞാൻ താഴ്ത്തുകയില്ല. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്ത വചനമാണ് ദൈവം നമുക്കായിട്ട് തന്നിരിക്കുന്നത്. സത്യം മാത്രം പറയുന്ന ഒരു പുസ്തകം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതാണ് സത്യവേദപുസ്തകം. മനുഷ്യ മനസ്സുകളിൽ വെളിച്ചമുണ്ടാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേ ഉള്ളൂ: അത് ഈ വേദപുസ്തകമാണ്. മാനവ ചരിത്രം അറിയാവുന്നവർക്കറിയാം, വേദപുസ്തകമാണ് ലോകത്തിൽ മനുഷ്യൻ്റെ ആത്മാവിൽ വെളിച്ചമുണ്ടാക്കിയ ആ ദൈവത്തിൻ്റെ അരുളപ്പാടിൻ്റെ പുസ്തകം. ഇരുണ്ട ഭൂഖണ്ഡങ്ങളെയും ഇരുണ്ട മനസ്സുള്ളവരെയും എല്ലാം വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത് സത്യവേദപുസ്തകമാണ്. കർത്താവായ യേശുക്രിസ്തു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് പറഞ്ഞ് ലോകത്തിലേക്ക് വന്നു. അത് വലിയൊരു വെളിച്ചത്തിൻ്റെ വിപ്ലവമായിരുന്നു. അനേക മനസ്സുകളിൽ വെളിച്ചം വന്നതായ അനുഭവമാണ് സുവിശേഷമെന്ന് നാം പറയുന്നതും പാടുന്നതും കേൾക്കുന്നതുമല്ല. നമുക്കറിയാം, വിവാഹങ്ങൾ നടക്കുന്നുണ്ട്, ക്രൈസ്തവ വിവാഹങ്ങൾ. നമ്മുടെ എല്ലാം വീടുകളിലുണ്ട്, നമ്മുടെ എല്ലാം ചുറ്റുപാടുകളുണ്ട്. എന്നാൽ വിവാഹം കഴിച്ചു പോകുന്ന എത്ര പെൺകുട്ടികൾക്ക് ആഗ്രഹമുണ്ട്, ഞാൻ ചെന്നു ചേരുന്ന വീട് ഒരാത്മീയ ഗ്രഹമാകണം എന്ന ആഗ്രഹം എത്ര പെൺകുട്ടികൾക്കുണ്ട്? രൂത്ത് എന്ന് പറയുന്ന ഒരു യുവതിയുണ്ട് വേദപുസ്തകത്തിൽ. അവളുടെ വിവാഹം ആലോചിച്ചപ്പോൾ അന്ന് ഇസ്രായേലിലെ മൂപ്പന്മാര് അവളുടെ വിവാഹത്തലേന്ന് അവളെ ആശംസിച്ചു. അവൾക്ക് വിവാഹത്തെ തുടർന്നൊരു ആശംസ കൊടുത്തു. അതാണ് രൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായത്തിലുണ്ട്. അതിൻ്റെ 11-ാമത്തെ വാക്യത്തിലായിരിക്കണം. രൂത്ത് 4:11 പറയും, ആ വിവാഹിതയാകാൻ പോകുന്ന പെൺകുട്ടിയെ ആശംസിച്ചു. എന്തായിരുന്നു ആശംസ? അതിന് പട്ടണവാതിൽക്കൽ ഇരുന്ന സകല ജനവും മൂപ്പന്മാരും പറഞ്ഞത്, ഞങ്ങൾ സാക്ഷികൾ തന്നെ. നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീയെ യഹോവ റാഹേലിനെ പോലെയും ലേയയെ പോലെയും ആക്കട്ടെ. അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗ്രഹം പണിതത്. പ്രിയപ്പെട്ടവരെ, റാഹേലിനെയും ലേയയെയും പോലെ ആക്കട്ടെ എന്നുമാണ് ആശംസിച്ചത്. എന്താണ് അവരുടെ പ്രത്യേകത? ലേയയും റാഹേലും ഇസ്രായേൽ ഗ്രഹം പണിതു. അവരൊരു തലമുറയെ ഉണ്ടാക്കിയെടുത്തു എന്ന് പറഞ്ഞാൽ ഒരാത്മീയ ഗ്രഹം പണിതു. ആത്മീയ മക്കൾ ഉണ്ടാകാനുള്ള ആഗ്രഹം ഉണ്ടാകണം. ഞാൻ ചെന്നു ചേരുന്ന വീട് ഒരാത്മീയ ഗ്രഹമായി മാറണം. അവിടെ വീണ്ടും ജനിച്ച മക്കൾ ഉണ്ടാകണം. നിനക്ക് ജനിച്ചുണ്ടാകുന്ന കുഞ്ഞ് മാത്രമല്ല നിന്റെ കുഞ്ഞെന്ന് പറയുന്നത്. നീ ചെല്ലു ചേർന്ന വീട്ടിൽ അവിടെ നിന്റെ വിശ്വാസത്തോട് കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ആ വീട്ടിലുള്ള മാതാപിതാക്കന്മാര്, സഹോദര സഹോദരിമാര്, അവിടുത്തെ പ്രിയപ്പെട്ടവരെല്ലാവരും ആത്മീയ മക്കളായി തീരുന്നു. പ്രിയപ്പെട്ടവരെ, വിവാഹങ്ങളുണ്ട്, പക്ഷേ ആരും ദാഹത്തോടെ പോകുന്നില്ല. ചെറുപ്പക്കാർ വീട് പണിയുന്നുണ്ട്, വീട് പണി നടക്കുന്നുണ്ട്, സമയമാകുമ്പോൾ വീട് പണിയുന്നുണ്ട്. പക്ഷേ ഞാൻ പണിയുന്ന വീട് ഒരു നീതിമാന്റെ കൂടാരമാകണമെന്ന് ആഗ്രഹമില്ല.
അതൊരു നല്ല വീടാകണമെന്ന് ആഗ്രഹമുണ്ട്. അവിടെ അച്ഛൻ വന്ന് ബരവുദാസ് നടത്തണം, വെഞ്ചരിപ്പ് നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ പണിയുന്ന വീട് ഒരു നീതിമാന്റെ കൂടാരമാകണം ആഗ്രഹമില്ല. 118 സങ്കീർത്തനത്തിൽ പറയും, 15 വാക്യത്തിൽ പറയും, നീതിമാന്റെ കൂടാരത്തിൽ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷമുണ്ട്. ഇന്നവിടെ പാപത്തിൻ്റെ മേൽ ജയമുള്ള വീടല്ല, അവിടെ മദ്യവും കോലാഹലവും എല്ലാമാണ്. അവിടെ ഉല്ലാസവുമില്ല, ജയവുമില്ല. വെറും മരവിച്ച കുറെ മനുഷ്യരും മുഖമായ ഒരു വീടും മാത്രം. വീട് പണിയുന്നു, പക്ഷേ പണിയുമ്പോൾ ആഗ്രഹമില്ല അതൊരു നീതിമാന്റെ കൂടാരമാകണമെന്ന് ആഗ്രഹമില്ല. പ്രിയപ്പെട്ടവരെ, വിവാഹങ്ങൾ നടക്കുന്നു. ഞങ്ങൾക്ക് 2 പേർക്ക് സ്വർഗത്തിലെത്തണമെന്ന് ആഗ്രഹമുള്ള എത്ര ദമ്പതിമാരുണ്ട്? ഞങ്ങൾക്ക് 2 പേർക്കും ദൈവരാജ്യത്തിലെത്തണം ആഗ്രഹമുള്ള എത്ര ദമ്പതിമാരോട് ഇരിക്കുന്നുണ്ട്? ആക്കുവാൻ കഴിയുന്നവനുണ്ട്, എന്നാൽ ആഗ്രഹമുണ്ടോ? ഞങ്ങൾക്ക് 2 പേർക്കും ദൈവരാജ്യത്തിലെത്തണം. മോശ ഒരു വിവാഹം കഴിച്ചു. അസ്നത്ത് എന്നാണ് മോശയുടെ ഭാര്യയുടെ പേര്. മോശയുടെ ആത്മീയത്തോട് അസ്നത്ത് അത്ര ചേരുമായിരുന്നില്ല. മോശയുടെ ആത്മീയത്തോട് അവളത്ര ചേർന്ന് വന്നില്ല, എല്ലാ കാര്യത്തിലും ചേർന്ന് വന്നില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ ഞാനും ഭയത്തോടെയാണ് പറയുന്നത്. മോശയോട് ദൈവം പറഞ്ഞു, നീ എന്ന് ഇസ്രായേലിലെ ഫറവോനോട് പറയണം, എൻ്റെ ആദ്യജാതനായ ഇസ്രായേലിനെ നീ ആരാധിക്കാൻ വിട്ടയച്ചില്ല എങ്കിൽ സിംഹാസനത്തിലിരിക്കുന്ന ഫറവോനെ, നിന്റെ ആദ്യജാതനെ ഞാൻ കൊന്നുകളയുമെന്ന് പറയണമെന്ന് പറയാനാ മോശ അങ്ങ് പോയത്. മോശ അങ്ങ് പോയപ്പോൾ മോശയ്ക്ക് പെട്ടെന്ന് രോഗം വന്നു. മോശ മരിക്കാൻ പോകുന്നു. പ്രിയപ്പെട്ടവരെ, കാരണം ഭിന്നതയുള്ള ഒരു കുടുംബത്തിൽ നിന്നാ മോശ വചനം പറയാൻ പോയത്. ഭാര്യയും ഭർത്താവും തമ്മിൽ ഭിന്നതയുള്ള കുടുംബത്തിൽ നിന്നാണ് മോശ വചനം പറയാൻ പോയത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദേവാലയത്തിൽ പോകുന്ന ഭാര്യ ഭർത്താക്കന്മാരല്ലേ? നിങ്ങൾ ഭിന്നതയുള്ള മനസ്സോടെയാണോ പോണത്? ഐക്യമില്ലാത്ത മനസ്സോടെയാണോ പോണത്? ദൈവത്തിൻ്റെ വചനം പറയാൻ പോയ മോശ കുടുംബത്തിൽ ഐക്യമില്ലാത്ത അവസ്ഥയിലാണ് പോയത്. പക്ഷേ മോശയ്ക്ക് പോകുന്ന വഴിക്ക് തന്നെ മരിക്കത്തക്ക രോഗം മോശയ്ക്ക്. ഭാര്യയായ അസ്നത്തിന് കാര്യം മനസ്സിലായി. അവൾ പെട്ടെന്ന് തന്നെ തൻ്റെ മകനെ പരിച്ഛേദന ചെയ്തു. നാം വേദപുസ്തകത്തിൽ പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഭിന്നതയോടുകൂടെ ദേവാലയത്തിൽ പോയാലും, ഭിന്നതയോടുകൂടെ കൂട്ടായ്മയിൽ പോയാലും, ഭിന്നതയോടുകൂടെ ദൈവവേലയ്ക്ക് പോയാലും, തമ്മിൽ ഐക്യമില്ലാതെ ആത്മീയ രംഗത്ത് എവിടെ പോയാലും, സഹോദര, നിന്റെ പിന്നാലെ ഒരുവനുണ്ടെന്ന് നീ ഓർത്തുകൊള്ളണം. നിന്റെ പിന്നാലെ ഒരുവൻ വരുമെന്ന് നീ ഓർത്തുകൊള്ളണം. തക്ക സമയത്ത് ഭാര്യ തിരുത്തി. തക്ക സമയത്ത് അസ്നത്ത് ഭർത്താവിനോട് ചേർന്നു. തക്ക സമയത്ത് തിരുത്തിയത് കൊണ്ട് ഭർത്താവിൻ്റെ പ്രാണൻ നഷ്ടപ്പെട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഒരു ജീവനുള്ള ദൈവത്തിൻ്റെ മുമ്പിലാണ് നാം ഇരിക്കുന്നത്. കണക്ക് ചോദിക്കുന്ന ഒരു ദൈവത്തിന് മുമ്പിലാണ് നാം ഇരിക്കുന്നത്. കണ്ണ് കാണാത്തൊരു ദൈവത്തിന് മുമ്പിലല്ല, ഹൃദയം അറിയുന്ന ദൈവത്തിന് മുമ്പിലാണ് നാം ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഐക്യമുള്ളവരാകുക, നിങ്ങൾ കുടുംബത്തിൽ സ്നേഹമുള്ളവരാകുക, നിങ്ങൾ ഭിന്നത മാറുക, നിങ്ങൾ വിനയപ്പെടുക. അവിടെ മോശയുടെ ഭാര്യ വിനയപ്പെട്ടു. അത് മോശയുടെ പ്രാണനെ രക്ഷിച്ചു. മോശയുടെ മരണം ഒഴിവായി. പ്രിയപ്പെട്ടവരെ, തിരുത്താനുണ്ടെങ്കിൽ തിരുത്തുക, തിരുത്തേണ്ടവരൊക്കെ തിരുത്തുക. കാരണം ജീവനുള്ള ദൈവം, ശക്തിയുള്ള ദൈവം, മുഖം നോക്കാത്ത ദൈവം, പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവമാണ് നമുക്ക് ദൈവത്തിൻ്റെ വചനം തരുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മക്കൾ ജനിക്കുന്നു. മക്കൾ പഠിക്കേണ്ട 3 പാഠങ്ങളുണ്ട്. വീട്ടിൽ നിന്ന് പഠിക്കേണ്ട 3 പാഠങ്ങൾ. 1 ലവ്, സ്നേഹം. 2 റെസ്പെക്ട്, ബഹുമാനം. 3-ാമത് എന്താണ് നമുക്കറിയാം? ഒബീഡിയൻസ്. ഇത് വീട്ടിൽ നിന്ന് പഠിക്കേണ്ടതാ. സ്നേഹവും മുതിർന്നവരെ ബഹുമാനിക്കാനും അനുസരിക്കാനും വീട്ടിൽ നിന്ന് പഠിക്കേണ്ടതാ, സ്കൂളിൽ നിന്ന് പഠിക്കേണ്ടതല്ല. അത് പഠിക്കാത്തക്കവണ്ണം മാതാപിതാക്കന്മാർ തമ്മിൽ സ്നേഹമുള്ളവരാണോ? തമ്മിൽ ബഹുമാനമുള്ളവരാണോ? ആ വീട്ടിലെ പ്രായമുള്ളവരെ നിങ്ങൾ ബഹുമാനിക്കുന്നവരാണോ? നിങ്ങൾ അനുസരിക്കുന്നവരാണോ? പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം നമ്മുടെ മക്കൾ എവിടെ പോയി പഠിക്കും? നമ്മുടെ മക്കൾ ദൈവത്തെ അനുസരിക്കണമെന്ന് എവിടെ പോയി പഠിക്കും?
തലമുറയുടെ കേടിനെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല എന്ന് ആമോസിന്റെ പുസ്തകം, പ്രവാചകനായ ആമോസിന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 4-6 വാക്യം നമുക്ക് വായിക്കാം. നിങ്ങൾ ആനക്കൊമ്പ് കൊണ്ടുള്ള കട്ടിലിൽ മേൽ ചാരിയിരിക്കുകയും നിങ്ങൾ ആനക്കൊമ്പ് കൊണ്ടുള്ള കട്ടിലുകൾ ചാരിയിരിക്കുന്നു, നിങ്ങളുടെ ശൈകളിന്മേൽ നിവർന്നു കിടക്കുകയും നിങ്ങളുടെ കട്ടിലുകൾ നിങ്ങൾ നിവർന്നു കിടക്കുകയും ആട്ടിൻ കൂട്ടത്തിൽ നിന്ന് കുഞ്ഞാടുകളെയും തൊഴുത്തിൽ നിന്ന് പശുക്കിടാക്കളെയും തിന്നുകയും ചെയ്യുന്നു. നിങ്ങൾ നല്ല ഒന്നാന്തരം ബിരിയാണിയൊക്കെ അടിച്ച് കിടക്കുന്നു, എല്ലാവരും സന്തോഷമായി കഴിയുകയാണ്, നല്ല ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നു. നിങ്ങൾ വീണാനാദത്തോടെ വ്യർത്ഥ സംഗീതം ചെയ്ത് നിങ്ങൾ വീണാനാദത്തോടെ വ്യർത്ഥ സംഗീതം, പാട്ടും നൃത്തവും എല്ലാം ഉണ്ട് നടക്കുന്നു. ദാവീദ് എന്ന പോലെ വാദിത്രങ്ങളെ ഉണ്ടാക്കുന്നു. നിങ്ങൾ കലശങ്ങളിൽ വീഞ്ഞു കുടിക്കുകയും വിശേഷ തൈലം പൂശുകയും ചെയ്യുന്നു. നിങ്ങൾ ഒന്നാന്തരം വീഞ്ഞു കുടിക്കുന്നു, മദ്യം കഴിക്കുന്നു, വിശേഷ തൈലം പുരട്ടുന്നു. എല്ലാം വീടുകളിലെല്ലാം ആമോദമാണ്, മദ്യമാണ്, ബാറാണ്, എല്ലാം ഭംഗിയായി നടക്കുന്നു. യോസേഫിന്റെ കേടിനെ കുറിച്ച് വ്യസനിക്കുന്നില്ല താനും. യോസേഫിന്റെ കേടിനെ കുറിച്ച്, അഥവാ നിങ്ങൾ എങ്ങനെയൊക്കെ ജീവിച്ചാൽ നിങ്ങളുടെ മക്കൾക്ക് എന്ത് സംഭവിക്കുമെന്ന് ആരും ഓർക്കുന്നില്ല. ഇങ്ങനെയല്ല ഞാനും എൻ്റെ ഭർത്താവും ഞാനും എൻ്റെ ഭാര്യയുമല്ല ഇങ്ങനെ ആനക്കൊമ്പുള്ള കട്ടിലേ കിടന്ന് വീഞ്ഞു കുടിച്ച് നൃത്തം ചെയ്ത് അവിടെ എനിക്ക് ബോധിച്ചതുപോലെയെല്ലാം ജീവിച്ചാൽ എൻ്റെ മക്കൾക്ക് എന്ത് സംഭവിക്കും, എൻ്റെ മകൻ എന്ത് സംഭവിക്കും, വളർന്നു വരുന്ന എൻ്റെ മകൾക്ക് എന്ത് സംഭവിക്കുമെന്ന് ഒരപ്പനും അമ്മയും ചിന്തിക്കുന്നില്ല. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? മദ്യം കഴിക്കുന്ന അപ്പൻ ചിന്തിക്കുന്നുണ്ടോ? ദൈവത്തെ മറന്ന് ആഘോഷങ്ങളുമായി നൃത്തങ്ങളുമായി നടക്കുന്ന മാതാപിതാക്കന്മാർ ചിന്തിക്കുന്നുണ്ടോ നിങ്ങളുടെ മക്കൾക്ക് എന്ത് സംഭവിക്കുമെന്ന്? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? എവിടെയൊക്കെയാണ് നാം ജയിക്കുന്നത്, എവിടെയൊക്കെയാണ് നാം പരാജയപ്പെടുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ. എന്തിലൊക്കെയാണ് ജയമുള്ളത്? ഷെയർ ബിസിനസ് ഉള്ളവർക്കറിയാം, സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ല കയറ്റമുണ്ട്, പണം വാരുന്നുണ്ട്, റിയൽ എസ്റ്റേറ്റിലുണ്ട്, ബിസിനസ്സിലുണ്ട്, നല്ല ടൂർ പ്രോഗ്രാംസ് ഉണ്ട്, എല്ലാം ഉണ്ട്, നല്ല പദവിയും സ്ഥാനമെല്ലാം കിട്ടുന്നുണ്ട്. എന്നാൽ എവിടെയൊക്കെയാണ് പരാജയപ്പെടുന്നത്? പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ജയിക്കുന്നത് ഏതെല്ലാം രംഗത്താണ്, തോൽക്കുന്നത് ഏതെല്ലാം രംഗത്താണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ജയിക്കുന്ന രംഗങ്ങളുണ്ട്. സാമ്പത്തിക രംഗത്ത് ജയിക്കുന്നുണ്ട്, റിയൽ എസ്റ്റേറ്റിൽ ജയിക്കുന്നുണ്ട്, സ്ഥാനമാനങ്ങൾ കിട്ടുന്നുണ്ട്, നല്ല ടൂറുകൾ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ നിങ്ങൾ തോക്കുന്നത് ഏത് രംഗത്താണ്? കുടുംബ ബന്ധങ്ങൾ ശരിയാവുന്നില്ല, റിലേഷൻസ്, അവിടെ നിങ്ങൾ പരാജയപ്പെടുന്നു. കുടുംബ ബന്ധങ്ങളിൽ നിങ്ങൾ പരാജയപ്പെടുന്നു. പിന്നെയോ വിശുദ്ധ ജീവിതത്തിൽ നിങ്ങൾ പരാജയപ്പെടുന്നു. ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ പരാജയപ്പെടുന്നു. സ്വഭാവത്തിൽ പരാജയപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് മനുഷ്യൻ താണുപോയത്? ഞാൻ നിന്നെ താഴ്ത്തിയെങ്കിലും ഇനി നിന്നെ താഴ്ത്തുകയില്ല. സ്വഭാവത്തിൽ താണുപോകുന്നു, വിശുദ്ധിയിൽ താണുപോകുന്നു. താഴ്ത്തേക്കുള്ള പോക്ക് അടയ്ക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്നറിയാവോ? 2 കൊരിന്ത്യർ 2-ാം അധ്യായം 11-ാമത്തെ വാക്യം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിച്ചു നോക്കാം. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. സാത്താൻ തോൽപ്പിക്കുന്നു, സാത്താൻ തോൽപ്പിക്കുന്നു. ഏതിലാണ് സാത്താൻ തോൽപ്പിക്കുന്നത്? ക്ഷമിക്കാൻ പറ്റുന്നില്ല. ക്ഷമിക്കാത്ത ഹൃദയവുമായി, മറക്കാത്ത മനസ്സുമായി, മുറിവേറ്റ മനസ്സുമായി കുടുംബങ്ങൾ കഴിയുന്നു. ആത്മീയ രംഗത്ത് നിൽക്കുന്നു, ക്ഷമിക്കാത്ത മനസ്സുമായി നടക്കുന്നു, പൊറുക്കാത്ത ഹൃദയവുമായി നടക്കുന്നു. അതിനാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, സാത്താൻ അനേകരെ തോൽപ്പിച്ചിരിക്കുന്നു. ഇന്ന് ക്രൈസ്തവർ അനേകർ തോറ്റവരാണ്. അവർ തോറ്റുപോയ വിഷയം അവർക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല, അവർക്ക് പൊറുക്കാൻ പറ്റുന്നില്ല, അവർക്ക് മറക്കാൻ പറ്റുന്നില്ല. അവരുടെ ഹൃദയത്തിൽ ആരോട് ക്ഷമിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ രംഗത്തെല്ലാമാണ് മനുഷ്യൻ തോറ്റു തുന്നം പാടി കിടക്കുന്നത്. അതിൻ്റെ കാരണം സാത്താൻ തോൽപ്പിക്കുന്നു. സാത്താൻ മനുഷ്യനെ പരാജയപ്പെടുത്തുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഇതെല്ലാം കൊണ്ടാണ്
മനുഷ്യൻ താണുപോകുന്നു. ഒരു ക്ഷമിക്കാത്ത ഹൃദയം നിങ്ങൾക്കുണ്ടോ പ്രിയപ്പെട്ടവരെ? നിങ്ങളുടെ ഹൃദയം എല്ലാവരോടും ക്ഷമിച്ച ഹൃദയമാണോ? ആരോടും കയ്പില്ലാത്തൊരു ഹൃദയമാണോ? ആരോടും നീരസമില്ലാത്തൊരു ഹൃദയമാണോ? ആരോടും പകവച്ചുകൊണ്ടിരിക്കാത്തൊരു ഹൃദയമാണോ? സ്വന്തം ഭർത്താവിനോടോ ഭാര്യയോടോ, ഭാര്യ വീട്ടുകാരോടോ, ഭർത്തൃഗൃഹത്തിലുള്ളവരോടോ, സഹോദരങ്ങളോടോ? പ്രിയപ്പെട്ടവരെ, ഒരു ക്ഷമിക്കാത്ത ഹൃദയം നിങ്ങൾക്കുണ്ടോ? അതൊരു വലിയ പരാജയമാണ്. ക്ഷമിക്കാത്ത ഹൃദയം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടെല്ലാമാണ് ദൈവരാജ്യം നഷ്ടപ്പെടും. മത്തായി 18 അവസാനത്തെ വാക്യം വായിച്ചു നോക്കൂ. നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എന്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോട് ക്ഷമിക്കയില്ല. ദൈവരാജ്യം നിങ്ങൾക്ക് നഷ്ടപ്പെടും. നിങ്ങളുടെ ബന്ധനം അഴിയണമെങ്കിൽ, നിങ്ങളുടെ മുഖം അത് നിന്റെ മേൽ നിന്ന് മാറണമെങ്കിൽ ആദ്യം നീ ക്ഷമിക്കുന്നവനാകണം. നീ ക്ഷമിക്കണം. സഹോദരനോട് ക്ഷമിക്കാഞ്ഞാൽ നിത്യനായ ദൈവം നിന്നോട് ക്ഷമിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ താണു പോകുന്നതിൻ്റെ കാരണം? മനുഷ്യനെന്ന പരാജയത്തിൻ്റെ കാരണമുണ്ട്. അതുകൊണ്ടാണ് കുടുംബങ്ങളിൽ ഉയർച്ചയുണ്ടാകാത്തത്. അതുകൊണ്ടാണ് കുടുംബങ്ങൾ അഭിവൃദ്ധിയിലേക്ക് വരാത്തത്. അതുകൊണ്ടാണ് കുടുംബങ്ങളിൽ സന്തോഷവും അഭിവൃദ്ധിയും വരാത്തത്. അതുകൊണ്ടാണ് പിണക്കം നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ബുദ്ധിയില്ലാത്ത കുഞ്ഞുങ്ങൾ ജനിക്കുന്നു. എന്തെല്ലാം. ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് കണ്ട ഒരു ദൃഷ്ടാന്തമുണ്ട്. എൻ്റെ വീടിനടുത്ത് ഒരു ക്രിസ്ത്യാനി, ഞങ്ങളൊക്കെ ക്രിസ്ത്യാനികളായിരുന്നു വീട്ടിലുള്ളവരൊക്കെ. ഒരപ്പൻ തൻ്റെ ഭാര്യയെ ഒരു തൊഴിച്ചു കൊന്നു. ഒരു തൊഴി കൊടുത്തു. ഭാര്യ ഉരുണ്ട് വീട് മരിച്ചുപോയി. പക്ഷേ ആ കാലത്ത് അപ്പനൊരു മകനൊക്കെ ഉണ്ടായിരുന്നു. ആ മകൻ വിവാഹം കഴിച്ചു. ആ മകന് കുഞ്ഞുണ്ടായപ്പോൾ ആ മകൻ്റെ കാല് ഇങ്ങനെ വളഞ്ഞിരുന്നു. മകൻ്റെ കാലിങ്ങനെ വളഞ്ഞിരുന്നു. അപ്പൻ കാലുകൊണ്ട് ഭാര്യയെ, അമ്മയെ തൊഴിച്ചു. ആ അപ്പനൊരു മകനുണ്ടായപ്പോൾ സ്വാഭാവികമെന്ന് വിചാരിച്ചുള്ളൂ. എല്ലാവരും വിചാരിച്ചു സ്വാഭാവികം. എത്രയോ വീട്ടിൽ അങ്ങനെ ജനിക്കുന്നു, എത്രയോ വീട്ടിൽ അങ്ങനെ കുഞ്ഞുങ്ങൾ ജനിക്കുന്നു. നമ്മുടെ എല്ലാം വീടുകൾ ജനിക്കാവുന്നതാ. അത് പ്രിയപ്പെട്ടവരെ ഒരു മഹാപാപമാണെന്നൊന്നും പറയാൻ പറ്റുകയില്ല, നമുക്കറിയാനേ പറ്റില്ല. പക്ഷേ ആ വീട്ടിൽ ആ കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഒരു കോഴിയെ അടയിരുത്തി കോഴിക്കുഞ്ഞ് പറന്നു. ഏതാണ്ട് 8-10 കോഴിക്കുഞ്ഞുണ്ടായിരുന്നു. ആ 10 കോഴിയുടെയും കോഴിക്കുഞ്ഞിൻ്റെയും കാലിങ്ങനെ വളഞ്ഞിരുന്നു. 10 കോഴിക്കുഞ്ഞിൻ്റെ കാല് വളഞ്ഞിരുന്നു. അപ്പോൾ നാട്ടുകാർ പറഞ്ഞു, അപ്പൻ അമ്മയെ തൊഴിച്ചു വന്നു. അവിടെ ഒരു കാല് വളഞ്ഞ കുഞ്ഞുണ്ടായി. അവിടെ 10 കാല് വളഞ്ഞ കോഴിക്കുഞ്ഞുണ്ടായി. പ്രിയപ്പെട്ടവരെ, തിരുത്താനുള്ളത് തിരുത്തുക, തിരുത്താനുള്ളതൊക്കെ തിരുത്തുക, ക്ഷമിക്കാനുള്ളതൊക്കെ ക്ഷമിക്കുക, അക്രമവാസനകൾ യാത്ര പറയുക, അടിയും ദണ്ഡനമെല്ലാം ഉപേക്ഷിക്കുക, ക്ഷമിക്കാൻ തുടങ്ങുക, സ്നേഹിക്കാൻ തുടങ്ങുക, സ്നേഹത്താൽ ജീവിക്കാൻ തുടങ്ങുക. ഇതെല്ലാമാണ് നമ്മുടെ മുമ്പിലുള്ളതായ വഴി. ഇതിന് നമ്മളെ സഹായിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷ നടത്തിത്തരുന്നത്. പ്രിയപ്പെട്ടവരെ, യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ അടുത്ത ചില വാക്യങ്ങളിലേക്കൂടെ നമുക്കൊന്ന് കടന്നു പോകാം വേഗത്തിൽ. 13-ാം അധ്യായം 11-ാം വാക്യം മുതൽ നമുക്ക് നോക്കാം. 13-ന്റെ 11 മുതൽ വായിച്ചു നോക്കാം. കച്ച ഒരു മനുഷ്യന്റെ അരയോട് പറ്റിയിരിക്കുന്നത് പോലെ ഞാൻ ഇസ്രായേൽ ഗ്രഹത്തെ മുഴുവനും യഹൂദാ ഗ്രഹത്തെ മുഴുവനും എനിക്ക് ജനവും കീർത്തിയും പ്രശംസയും അലങ്കാരവും ആകേണ്ടതിന് എന്നോട് പറ്റിയിരിക്കുമാറാക്കി. ജീവനുള്ള ദൈവം മനുഷ്യനെ സ്നേഹിച്ചു, അനുസരിക്കുവാൻ തക്കവണ്ണം മനുഷ്യനെ ദൈവം സഹായിച്ചു. പക്ഷേ മനുഷ്യൻ എന്ത് ചെയ്തു? അവർക്കോ അനുസരിപ്പാൻ മനസ്സായില്ല. ദൈവത്തെ അനുസരിക്കാനുള്ള മനസ്സ് വരുന്നില്ല. തൽഫലമായിട്ട് എന്തുണ്ടായി? അതുകൊണ്ട് നീ അവരോട് പറയേണ്ടത് എല്ലാ തുരുത്തിയിലും വീഞ്ഞു നിറയും എന്ന്
ഇസ്രായേലിലെ ദൈവമായ യഹോവ അരുളിച്ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തോടകന്നാൽ, വേദപുസ്തകത്തോടകന്നാൽ നീ മദ്യപാനത്തോടടുക്കും, നീ പരസംഗമോഹിയായി തീരും. വേദപുസ്തകത്തോടകന്നാൽ, ദൈവത്തെ അനുസരിക്കാതെ പോയാൽ മദ്യപാനം നിന്നെ പൂടും. മദ്യപാനം കഴിയുമ്പോൾ നിനക്ക് പരസംഗമോഹം ഉണ്ടാകും. നീ ദൈവത്തെ അനുസരിക്കുന്നില്ല. എല്ലാ പാത്രത്തിലും വീഞ്ഞ് നിറയും. അടുത്ത വാക്യം, എല്ലാ തുരുത്തിയിലും വീഞ്ഞു നിറയുമെന്ന് ഞങ്ങൾ അറിയുന്നില്ലയോ എന്ന് അവർ നിന്നോട് ചോദിക്കും. അതിന് നീ അവരോട് പറയേണ്ടത്, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഈ ദേശത്തിലെ സർവ്വ നിവാസികളെയും ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന രാജാക്കന്മാരെയും പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും യെരൂശലേമിലെ സർവ്വ നിവാസികളെയും ഞാൻ ലഹരി കൊണ്ട് നിറയ്ക്കും. ലഹരി കൊണ്ട് നിറയ്ക്കും. അതിന് വ്യത്യാസമില്ല. പുരോഹിതനും പ്രവാചകനും എല്ലാ ആത്മീയരും, പ്രിയപ്പെട്ടവരെ, എല്ലാവരും എന്തുകൊണ്ടാണ് നിറയണത്? ആത്മാവിലുള്ള നിറയുന്നത്. എന്തുകൊണ്ടാണ് നിറയണത്? ആത്മാവി കൊണ്ട് നിറയുകയല്ല ചെയ്യുന്നത്, സ്നേഹം കൊണ്ട് നിറയുകയല്ല ചെയ്യുന്നത്. ദൈവത്തിൻ്റെ വേലക്കാര് എല്ലാവരും ഉൾപ്പെടെ, നാം ആത്മീയരെന്ന് കരുതുന്നവർ ഉൾപ്പെടെ, ദൈവത്തിൻ്റെ വചനം പറയുന്നു എല്ലാം ലഹരി കൊണ്ട് നിറയും. എന്താണ് കാരണം? ദൈവത്തോടകന്നു, വേദപുസ്തകത്തോടകന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വേദപുസ്തക പ്രകാരം ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഉറപ്പിച്ച 2 പാളമുണ്ടെങ്കിലേ ഒരു തീവണ്ടി ഓടുകയുള്ളൂ. നമുക്കറിയാമല്ലോ, ഉറപ്പിച്ച 2 പാളമുണ്ടെങ്കിലേ ഒരു തീവണ്ടി ഓടുകയുള്ളൂ, അല്ലെങ്കിൽ തീവണ്ടി ഓടില്ല. പ്രിയപ്പെട്ടവരെ, ഈ ജീവനുള്ള ദൈവത്തിൻ്റെ ഈ വചനത്തിൽ അടിസ്ഥാനപ്പെട്ടതായ ഒരു ജീവിതം, ആ വചനത്തിലുള്ളതായ ഉറപ്പുള്ളതായ ഒരു ജീവിതമുണ്ടെങ്കിൽ മാത്രമേ ഒരു സമാധാന ജീവിതം, ഒരു മദ്യമില്ലാത്ത ജീവിതം, ഒരു പരസംഗമോഹമില്ലാത്ത ജീവിതം, ഉള്ളതിൽ തൃപ്തിപ്പെട്ടുള്ളതായ ജീവിതം, ഒരു സഹതാപമുള്ള ജീവിതം, സ്വന്തം ഭാര്യയുടെ കുറവ് അത് അംഗീകരിക്കുന്ന ജീവിതം, ഭർത്താവിൻ്റെ കഴിവുകേട് അംഗീകരിക്കുന്ന ജീവിതം നിങ്ങൾക്ക് വേണമെങ്കിൽ ഉറപ്പുള്ള പാളത്തിലെ തീവണ്ടി ഓടുകയുള്ളൂ. ഈ വചനത്തിൽ അടിസ്ഥാനമിട്ടതായ ഒരു ക്രൈസ്തവന് മാത്രമേ ഒരു സമാധാന ജീവിതം സാധിക്കുകയുള്ളൂ. ക്രിസ്തുവിൽ അടിസ്ഥാനം വേണം. ഒരു സംഘടനയിൽ അടിസ്ഥാനപ്പെട്ടിട്ട് കാര്യമില്ല. മനുഷ്യ ദൈവങ്ങളെ ആരാധിച്ചാൽ കാര്യമില്ല. പ്രിയപ്പെട്ട യോഹന്നാൻ സാർ പഠിപ്പിക്കുമായിരുന്നു, കുട്ടി ദൈവങ്ങൾ ഉണ്ടാകരുതെന്ന്. പ്രിയപ്പെട്ടവരെ, നാം മനുഷ്യനെയല്ല ആരാധിക്കേണ്ടത്, നാം കാൽവരിയിൽ മരിച്ച യേശു ക്രിസ്തുവിനെയാണ് ആരാധിക്കേണ്ടത്. നാം ഉറപ്പുള്ള പാളത്തിലെ തീവണ്ടി ഓടുകയുള്ളൂ. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ കാക്കുവാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അതാണ് ദൈവത്തിൻ്റെ വചനം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ക്രിസ്തുവിലാണോ വേരൂന്നിരിക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടി മരിച്ച യേശു ക്രിസ്തുവിലാണോ നിങ്ങൾ വേരൂന്നിരിക്കുന്നത്? അവനിൽ മാത്രമാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ മാത്രം, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കും എനിക്കും ഭാവിയുള്ളൂ. പക്ഷേ അനേകരും നിരാശരാണ്. കാരണം തങ്ങളുടെ അവസ്ഥ മാറുകയില്ല എന്നാണ് മനുഷ്യൻ്റെ വിചാരം. തങ്ങളുടെ അവസ്ഥ മാറുകയില്ല. 13-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. 22-ാമത്തെ വാക്യം, ഇങ്ങനെ എനിക്ക് ഭവിപ്പാൻ സംഗതി എന്ത് എന്ന് നീ ഹൃദയത്തിൽ ചോദിക്കുന്നുവെങ്കിൽ. എന്തുകൊണ്ടാണ് ഈ വീട്ടിൽ ഇങ്ങനെ ലഹരി? വീട്ടിൽ നിന്ന് മദ്യപാനം മാറാത്ത എന്താണ്? ലഹരി നിറയുന്ന എന്താണ്? മക്കളിങ്ങനെ പോണേ എന്തുകൊണ്ടാണ്? ഭർത്താവ് ഇങ്ങനെ പോകുന്നത് എന്തുകൊണ്ടാണ്? എല്ലാം നിങ്ങൾ ചോദിക്കുന്നുവെങ്കിൽ, നിന്റെ അകൃത്യ ബഹുത്വം നിമിത്തം, നിന്റെ അകൃത്യത്തിന്റെ ബഹുത്വം നിമിത്തവും നിന്റെ വസ്ത്രത്തിന്റെ വിളുമ്പ് നീങ്ങിയും നിന്റെ കുതികാലിന് അപമാനം വന്നു ഇരിക്കുന്നു. നിനക്ക് വിശുദ്ധിയില്ല. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് കുടുംബങ്ങൾ അലോക്യം മാറാത്തത്, സ്നേഹത്തിലേക്ക് വരാത്തത്? ദൈവം ആഗ്രഹിക്കുന്നതായ ആ ഹൃദയത്തിന്റെ സമർപ്പണത്തിലേക്ക് വരുന്നില്ല. സമർപ്പണം ഉണ്ടാകണം. നമുക്കറിയാം, കൊച്ചു കുഞ്ഞുങ്ങളുള്ള വീട്, അവിടെ എല്ലാം അലങ്കോലപ്പെട്ട് കിടക്കുകയുള്ളൂ. അവിടെ കളിപ്പാട്ടമുണ്ടെങ്കിൽ ശരി, അവിടെ ചെറിയ കസേര മേശ എന്തുണ്ടെങ്കിലും ശരി, കൊച്ചു കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ എല്ലാം അലങ്കോലപ്പെട്ട് കിടക്കും. എന്നാൽ ആ കുഞ്ഞ് മുതിർന്നു കഴിയുമ്പോൾ അതെല്ലാം കൃത്യമായിട്ട് എടുത്തു വയ്ക്കും. പിന്നെ അവിടെ അലങ്കോലപ്പെട്ട് കിടക്കുകയില്ല. ഇതുപോലെയാണ് ഒരു ക്രൈസ്തവൻ സമർപ്പണമുള്ളവനായി തീരണം. പ്രിയപ്പെട്ടവരെ, ഞാൻ സമർപ്പണമുള്ളവനായി മാറി. എൻ്റെ 35-ാമത്തെ വയസ്സിൽ എൻ്റെ ജീവിതവും അലങ്കോലപ്പെട്ടതായിരുന്നു. സിനിമയിലെ റൊമാൻസ് കണ്ട് ഞാൻ ചിരിക്കുമായിരുന്നു. സിനിമയിലെ ഹാസ്യ നടന്മാരെ കണ്ട് ഞാനും പൊട്ടിച്ചിരിച്ചിട്ടുണ്ട്. പക്ഷേ മദ്യവും സിനിമയും തന്ന ആ ലഹരിയിലുള്ള ആ ചിരിയും സന്തോഷവുമല്ലാതെ ഹൃദയപൂർവ്വം ഭാര്യയെ സ്നേഹിക്കുവാനോ, ഞാൻ ജനിച്ചു വളർന്ന വീട്ടിൽ എൻ്റെ അപ്പനും അമ്മയും ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ,
അവിടെ സമാധാനത്തിൻ്റെ കണികയുണ്ടായിരുന്നില്ല. ഞങ്ങൾ ക്രൈസ്തവരായിരുന്നു, ഞങ്ങൾ ദേവാലയത്തോട് ബന്ധപ്പെട്ടവരായിരുന്നു. സിനിമ കണ്ടാൽ ചിരിക്കും, ഹാസ്യ നടന്മാരെ കണ്ടാൽ ചിരിക്കും, അല്ലാതെ ഒരു ചിരിയും ഒരു സന്തോഷവും എൻ്റെ വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പനും അമ്മയും ഞാനും എൻ്റെ സഹോദരനും വളർന്നു വന്ന കാലത്ത് അതൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ എൻ്റെ 35-ാമത്തെ വയസ്സിൽ അർഹതയില്ലാത്തൊരു അനുഗ്രഹമാണ് ജീവനുള്ള ക്രിസ്തു എനിക്ക് തന്നത്. ജീവനുള്ള ക്രിസ്തു എനിക്ക് തന്നത് അർഹതയില്ലാത്ത ഒരു വലിയ അനുഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ. അതാണ് എൻ്റെ മാനസാന്തരം. അങ്ങനെയാണ് ഞാനൊരു മാന്യനാകാൻ തുടങ്ങിയത്. ഞാൻ ഈ എറണാകുളത്ത് എംജെ റോഡിൽ ആ ഷേണായി തിയേറ്ററിൻ്റെ മുമ്പിലൊക്കെ മദ്യപിച്ച് കിടന്നിട്ടുണ്ട്, ഛർദ്ദിച്ച് കിടന്നിട്ടുണ്ട് ഒരു കാലത്ത്. പ്രിയപ്പെട്ടവരെ, എൻ്റെ വിദ്യാഭ്യാസമല്ല എൻ്റെ പാപച്ചെളിയിൽ നിന്ന് കോരിയെടുത്തത്, എൻ്റെ ഉദ്യോഗമല്ല എന്നെ മാന്യനാക്കിയത്, എൻ്റെ പാരമ്പര്യമല്ല, എൻ്റെ പള്ളിയല്ല എൻ്റെ വീട്ടിൽ സമാധാനമുണ്ടാക്കിയത്, എൻ്റെ കുടുംബത്തിൽ സമാധാനമുണ്ടായത്, എൻ്റെ കുടുംബത്തിൽ ഐക്യമുണ്ടായത് ഈ കർത്താവായ യേശുവിൻ്റെ സുവിശേഷമാണ്. പ്രിയപ്പെട്ടവരെ, അവൻ്റെ വചനമാണ്, അവൻ്റെ രക്തമാണ്. ആ രക്തം എന്നോട് സംസാരിച്ചപ്പോഴാണ്, ആ രക്തം എന്നെ കഴുകിയപ്പോഴാണ്. പ്രിയപ്പെട്ട ദൈവവേദലേ, അത്ഭുതങ്ങളുടെ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. യെശയ്യാ 10:27 നമുക്ക് വായിക്കാം. ദൈവം അതിശയം പ്രവർത്തിക്കാൻ പോകുന്നു, ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ പോകുന്നു. ദൈവം വാഗ്ദത്തങ്ങളുടെ ദൈവമാണ്, ദൈവം അടയാളങ്ങളുടെ ദൈവമാണ്, ദൈവം വാക്കുമാറാത്ത ദൈവമാണ്. അന്ന് ഇസ്രായേൽ ജനത്തോട് ദൈവം കൊടുത്തൊരു വാഗ്ദത്തമുണ്ട്. അശ്ശൂർ രാജാവിൻ്റെ മർക്കടമുഷ്ടിയിൽ കിടന്ന് ഞെരിഞ്ഞുപോയ ജനത്തോടാണ് ദൈവം പറഞ്ഞത്, ഞാൻ നിന്നെ താഴ്ത്തിയെങ്കിലും ഇനി ഞാൻ നിന്നെ താഴ്ത്തുകയില്ല. എന്താണ് നമുക്ക് വായിച്ചു കേൾക്കാം. യെശയ്യാ 10:27 വായിക്കാം. അന്നാളിൽ അവന്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവന്റെ നുകം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും, പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകും. പ്രിയപ്പെട്ടവരെ, അന്നാളിൽ നിന്റെ നുകം മാറിപ്പോകും. ദൈവം 2 ഉദാഹരണം മുമ്പ് പറയുന്നുണ്ട്. മിദ്യാന്യരുടെ നാട്ടിൽ ശിംശോൻ വിതച്ചപ്പോൾ അവൻ്റെ വിതയെല്ലാം മിദ്യാന്യർ കൊണ്ടുപോയി. പക്ഷേ അവൻ്റെ തകർച്ചയ്ക്ക്, സാമ്പത്തിക തകർച്ചയ്ക്ക്, ഫൈനാൻഷ്യൽ തകർച്ചയ്ക്ക്, അവൻ്റെ കുടുംബത്തിൻ്റെ തകർച്ചയ്ക്ക് ദൈവം അറുതി വരുത്തി. അവൻ്റെ തകർത്തുകൊണ്ടിരുന്നതായ ആ തകർച്ച ദൈവം മാറ്റിക്കൊടുത്തു. അതുപോലെ തന്നെ മോശയുടെ കാലത്ത് ഫറവോന്റെ നാട്ടിൽ കിടന്ന് കരഞ്ഞതായ, ആ കുടുംബങ്ങളിൽ കിടന്ന് കരഞ്ഞതായ ഇസ്രായേൽ മക്കളെ ദൈവം ചെങ്കടൽ കടർത്തി അവരുടെ തകർച്ച മാറ്റിക്കൊടുത്തു. ആ ജീവനുള്ള ദൈവം ഇന്ന് പ്രവർത്തിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അന്ന് പ്രവർത്തിച്ച ദൈവം ഇന്നും പ്രവർത്തിക്കും. സഹോദര, നിന്റെ സ്തുതിയവൻ മാറ്റും, നിന്റെ തകർച്ചയവൻ മാറ്റും, നിന്റെ മ്ലാനതയവൻ മാറ്റും, നിന്റെ അന്തരംഗത്തിലവൻ പ്രകാശം തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവനുള്ള ദൈവം നിങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായവനും വന്നിരിക്കുന്നു. അവനാണ് പറയുന്നത്, മകനെ, നിന്റെ തകർച്ചയവൻ മാറ്റും. മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് ശിംശോനെ രക്ഷിച്ചവൻ നിന്നെ രക്ഷിക്കും. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ മക്കളെ ഫറവോന്റെ നാട്ടിൽ നിന്ന് രക്ഷിച്ച വലിയവനായ ദൈവം ഇന്ന് നിന്നെ രക്ഷിക്കും. നിന്റെ തലയെ അവൻ ഉയർത്തും. ഹല്ലേലൂയ. നിന്റെ നുകം, അവന്റെ നുകം നിന്റെ കഴുത്തിൽ നിന്ന് അവൻ മാറ്റും. ഹല്ലേലൂയ. കാരണം അവന്റെ രക്തം ശക്തിയുള്ള രക്തമാണ്. ആ കുരിശിന് അടയാളമുണ്ട്. ആ കുരിശ് വിലയേറിയ കുരിശാണ്. 2000 മുമ്പ് കാൽവരിയിൽ ഉയർത്തിയതായ ആ കുരിശ്, കർത്താവായ യേശുവിന്റെ കുരിശ് ഇവിടെ നാട്ടിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ വേറെ യാതൊന്നുമില്ല. ആ യേശുവിന്റെ രക്തമാണ് എല്ലാം ചെയ്യുന്നത്. നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ അടയ്ക്കുക. പ്രിയപ്പെട്ടവരെ, ആർക്കെല്ലാം ജീവിതം യേശുവിന് കൈമാറാൻ ആഗ്രഹമുണ്ട്, ജീവിതം യേശുവിന് കൊടുക്കാൻ ആഗ്രഹമുണ്ട്, പാപത്തോട് യാത്ര പറയാൻ ആർക്കെല്ലാം ആഗ്രഹമുണ്ട്, കട്ടിലേൽ മലർന്നു കിടന്നുകൊണ്ട് മദ്യം കഴിച്ച് തലമുറയുടെ കേടിനെ കുറിച്ച് ചിന്തിക്കാതെ നടക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരായ എൻ്റെ സഹോദര സഹോദരിമാരെ, കുരിശിലേക്കൊന്ന് നോക്കാവോ? ആ കാൽവരിയിലേക്കൊന്ന് നോക്കാവോ? ആ സ്നേഹ ബലിയിലേക്കൊന്ന് നോക്കാവോ? ആ ത്യാഗോജ്ജലമായ ബലിയിലേക്കൊന്ന് നോക്കാവോ? അവന്റെ വിലയേറിയ രക്തത്തിലേക്ക് നിന്റെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കാവോ? യേശുവിനെ ഒന്ന് വിളിക്കാവോ? യേശുവേ, 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 എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ. നസ്രായനായ യേശുവേ,
എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. നസ്രായനായ യേശുവേ, കുരിശിൽ മരിച്ചവനായ യേശുവേ, എന്റെ ഹൃദയത്തിലേക്ക് ഒന്ന് കടന്നു വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതങ്ങളുടെ ദൈവം പ്രവർത്തിക്കട്ടെ. ഹല്ലേലൂയ. മകനെ, നീ നിന്നെ താഴ്ത്തി, ഇനി നിന്നെ താഴ്ത്തുകയില്ല. ഹല്ലേലൂയ. ആരെല്ലാം ഏറ്റെടുക്കുന്നുണ്ട്? ഇതുവരെ താണു, ഇനി ഞാൻ താഴുകയില്ല, ഇനി ഞാൻ പാപത്തിൽ താഴുകയില്ല, ഇനി ഞാൻ കൈപ്പ് വെച്ചുകൊണ്ടിരിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, തീരുമാനമുള്ളവർക്ക് കരങ്ങളുയർത്തി വാഗ്ദത്തം ഏറ്റെടുക്കാം. താഴ്ത്തിയെങ്കിലും ഞാൻ ഇനി നിന്നെ താഴ്ത്തുകയില്ല. ഹല്ലേലൂയ. നിന്റെ മുഖം മാറിപ്പോകും, നിന്റെ മുഖം മാറിപ്പോകും, നിന്റെ ബന്ധനങ്ങൾ അവൻ അറുത്ത് കളയും. ഹല്ലേലൂയ. ഇന്ന് വരെ നീ താണുവെങ്കിൽ ഇനി നീ താഴുകയില്ല. സാത്താൻ നിന്നെ തോൽപ്പിക്കാൻ നീ സമ്മതിക്കരുത്. ക്ഷമിക്കുക, സ്നേഹിക്കുക, പൊറുക്കുക, ഐക്യത്തിലാകുക, സ്നേഹത്തിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ മുദ്രയിട്ട മക്കളായി ജീവിക്കുക. ഹല്ലേലൂയ. ജീവനുള്ള ദൈവമേ, തന്ന സമയത്തിനായി സ്തോത്രം. കരങ്ങളെ താഴ്ത്തിയിടുക. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.